ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മത്തൻ്റെ ഇല കൂട്ടാനാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ മത്തൻ്റെ ഇല നമുക്ക് തൊടിയിൽ പോയിട്ടൊക്കെ ഒന്ന് പിഞ്ചി ഇലകളൊക്കെ ഒന്ന് പൊട്ടിച്ചുകൊണ്ട് വരാം. ഇനി അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നോക്കാം. കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് കാന്താരി മുളകും ഒരു 5-8 വെളുത്തുള്ളി. ഇത് തോലൊക്കെ കളഞ്ഞിട്ട് കഴുകിയിട്ട് അമ്മിയുമ്പൽ ചതച്ചെടുക്കുക. അരിഞ്ഞ് വയ്ക്കുന്നതിനേക്കാളും നല്ലത് ചതച്ചെടുക്കുന്നതാണ്. അപ്പോൾ കാന്താരി മുളക് എന്താ എടുത്തിരിക്കുന്നത് വെച്ചാൽ ഈ ബി പിക്കൊക്കെ നല്ലതാണ്. അപ്പോൾ നമുക്കത് വീട്ടിലുള്ളതും കൂടെ ആകുമ്പോൾ എല്ലാവരും അതേമാതിരിയുള്ള ചെടിയൊക്കെ ഒന്ന് വെച്ച് കാന്താരി മുളകിൻ്റെ ഇതൊക്കെ വെച്ച് പിടിപ്പിക്കുക. അതിൽ നിന്ന് കിട്ടുന്ന ഒരു 2 ഉള്ളു വെച്ചാൽ അത് അത്രയും നല്ലതാണ്. അപ്പോൾ നമ്മളിത് അത് ചതച്ചെടുത്ത് ഇനി ഇതെങ്ങനെ വെക്കേണ്ടതെന്ന് നോക്കുക. അപ്പോൾ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു, സ്റ്റവ് കത്തിച്ച് ഇനി കുറച്ച് ഇതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായതിൻ്റെ ശേഷം നമുക്ക് ഈ ചതച്ചത് ഇതിലേക്കിടാം. അപ്പോൾ എല്ലാവരും ഇതേമാതിരി ആഴ്ചയിൽ ഒരു ദിവസം ഒക്കെ ഈ ഇലക്കറികളൊക്കെ നല്ലോണം കഴിച്ച് നോക്കുക. മത്തൻ്റെ ഇലയും കുമ്പളത്തിൻ്റെ ഇല, അതുമാതിരി ചേനയുടെ ഇല, ഇതെല്ലാവരും ആഴ്ചയിൽ ഓരോരോ ദിവസം ഓരോ ഇലകൾ കഴിച്ച് നോക്കുക. അപ്പോൾ അത് അത്രയും ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ ഇത് ഏകദേശം നമ്മൾക്ക് റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടെ ഇളക്കിയതിൻ്റെ ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. ഇത് കുറച്ച് കിറുന്നനെ വെച്ചാൽ മതി, അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അപ്പോൾ ഇതിലേക്ക് ഒരു 2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഞാൻ കുറച്ച് ഇലയെ പൊട്ടിച്ചിട്ടുള്ളൂ. അപ്പോൾ 2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് നല്ലോണം ഇളക്കിയതിൻ്റെ ശേഷം പിന്നെ അടുത്തത് എത്ര വേണമെന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് വെള്ളം ഒഴിക്കുക. അപ്പോൾ ഞാൻ 2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് 1 കപ്പ് ഒഴിച്ചു. ഒന്ന് ഇളക്കിയതിന് ശേഷം 2 കപ്പ് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇതിൽ നല്ല തിളച്ച് വന്നതിൻ്റെ ശേഷമാണ് ഈ ഇല ഇടാൻ പറ്റുള്ളൂ. കാരണം ഇല വേവാൻ അധികം നേരമൊന്നും ആവശ്യമില്ല. വെള്ളം നല്ല തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 2-3 മിനിറ്റ് മതി. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഇലയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ കൂട്ടാൻ റെഡിയായി കഴിഞ്ഞു. ഇത് അടിപൊളി ടേസ്റ്റാണ്. ആ കാന്താരി മുളകിൻ്റെ ഒക്കെ എരിവ് അതൊക്കെ ഉടച്ച് ആ ചോറ് ഉണ്ണുമ്പോൾ ഉണ്ടല്ലോ വേറെ ലെവലാണ്. ആ ചോറ് കഴിക്കാൻ തന്നെ അത്രയും സ്വാദാണ്. അപ്പോൾ എല്ലാവരും ഇതേമാതിരിയുള്ള എല്ലാം ചെയ്ത് നോക്കുക, എന്നെ ഫോളോ ചെയ്യുക. ഇഷ്ടമായാൽ അടുത്ത വീഡിയോയിൽ കാണാം. ഇതിനെ നമ്മൾക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ചോറിൻ്റെ കൂടെ കഴിച്ച് നോക്കാം. അപ്പോൾ താങ്ക് യു.